നിങ്ങൾ കണ്ണാടിയിൽ മുഖം നോക്കുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഓക്കെയാണ്. പക്ഷെ നിങ്ങളുടെ മൗത്തിന് ചുറ്റും കുറച്ച് പിഗ്മെന്റേഷൻ ഉണ്ട്. ഇതെന്താണ് ചെയ്യേണ്ടതെന്ന് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കണം. എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇനി ഇത് മാറ്റാനായിട്ട് പുതിയ സിറമോ അല്ലെങ്കിൽ ക്രീമോ വാങ്ങിക്കുന്നതിന് മുന്നേ ഈ വീഡിയോ മൊത്തം കാണുക. ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും പറയണത് എന്തെന്നറിയാവോ, എന്തുകൊണ്ടാണ് നമുക്ക് മൗത്തിന് ചുറ്റും പിഗ്മെന്റേഷൻ വരുന്നത്, അത് മാറ്റാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എല്ലാ പിഗ്മെന്റേഷനും ഒരുപോലെയാണോ, എന്തൊക്കെയാണ് നമ്മൾ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യേണ്ടത്, ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എപ്പോഴാണ് നമ്മൾ ഡെർമറ്റോളജിസ്റ്റിനെ കാണേണ്ടത്. എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ചില സമയത്ത് ഒരാൾക്ക് ഉണ്ടാകുന്ന ഇഷ്യൂ കാരണമായിരിക്കത്തില്ല മറ്റേ ആൾക്ക് പിഗ്മെന്റേഷൻ. മീൻ ടു സേ, ഇപ്പോൾ ഒരാൾക്ക് പിഗ്മെന്റേഷൻ വന്നു, അതേ റീസൺ കൊണ്ടായിരിക്കത്തില്ല മറ്റേ ആൾക്ക് പിഗ്മെന്റേഷൻ വരും എന്നുള്ളത്. അപ്പോൾ ഡിഫറൻസ് ഉണ്ടാവും. അതിനെ പറ്റിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിന് മുന്നേ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ഞാൻ ലക്ഷ്മി കൃഷ്ണ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ്. സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ റിലേറ്റ് ചെയ്തിട്ട് സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പോകുന്നത്. അതായത് എന്താണ് ഈ പിഗ്മെന്റേഷൻ, എങ്ങനെയാണ് എവിടെയൊക്കെയാണ് ഈ പിഗ്മെന്റേഷൻ കാണുന്നത്. ഒന്നുകിൽ നമ്മുടെ അപ്പർ ലിപ്പിന്റെ മുകളിൽ, അത് ഈ ഒരു ഭാഗത്ത് ഒരു ഷാഡോ കണക്ക് വരും. അതല്ലെങ്കിൽ നമ്മുടെ രണ്ട് കോർണറിലും, ഈ ലിപ്പിന്റെ രണ്ട് കോർണറിലും പിഗ്മെന്റേഷൻ ഉണ്ടാവും. ഇല്ലെങ്കിൽ ലോവർ ലിപ്പിന്റെ ഏരിയാസിലായിരിക്കും പിഗ്മെന്റേഷൻ. അതല്ലെങ്കിൽ എറൗണ്ട് ദി മൗത്തിന്റെ അവിടെ ഒരു പാച്ച് കണക്ക് വരാനായിട്ട്, ഡിഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു പാച്ച് കണക്ക് നമുക്കൊരു പിഗ്മെന്റേഷൻ വരും. ഈ ഒരു ഇതിനെയാണ് നമ്മൾ മൗത്തിന്റെ അറൗണ്ടിലുള്ള പിഗ്മെന്റേഷൻ നോർമലി ആൾക്കാർ പറയുന്നത്. ജനറലി പറയുകയാണെങ്കിൽ ഇത് പെരിയോറൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ നമ്മൾ പറയുന്നത്. അപ്പം എല്ലാവരും ഇപ്പം അടുത്ത ഡൗട്ട് എന്ന് വെച്ചാൽ, അപ്പൊ ഈ ഒരു പിഗ്മെന്റേഷൻ ആണോ ഡയഗ്നോസിസ്? അല്ല, മൗത്തിന്റെ അറൗണ്ടിലുള്ള ഡാർക്ക്നെസ്സിന് എന്നുള്ളതല്ല നമ്മുടെ ഡയഗ്നോസിസ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ, ഒരു പിഗ്മെന്റേഷൻ എന്ന് പറയുന്ന സിറ്റുവേഷൻ വരുന്നത് നമ്മുടെ മെലാനിൻ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഉണ്ടാവുന്ന മെലാനിൻ അവിടെ റിറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടുമാണ് നമുക്ക് ഈ ഒരു പിഗ്മെന്റേഷൻ ഉണ്ടാവുന്നത്. സോ അതിന് ഒരുപാട് റീസൺസ് കാണും. അതായത് ഒരു പേഴ്സൺ ഉണ്ടാവുന്ന റീസൺ കൊണ്ടായിരിക്കത്തില്ല മറ്റേ പേഴ്സൺ പിഗ്മെന്റേഷൻ ഉണ്ടാവുന്നത്. ഇപ്പോൾ രണ്ടു പേർക്കും ഒരേ കണക്ക് പിഗ്മെന്റേഷൻ വരും. അപ്പോൾ അത് കാണുമ്പോൾ നമ്മൾ ആദ്യമേ ചിന്തിക്കുന്നത് എന്താണ്, നിങ്ങൾ ഏത് സിറമാണ് യൂസ് ചെയ്ത് പറഞ്ഞ് ഞാൻ അപ്ലൈ ചെയ്യട്ടെ. അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ട് നമുക്ക് വന്നു എന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് സൺ എക്സ്പോഷർ കൊണ്ടായിരിക്കാം വന്നിട്ടുണ്ടാവുക. ചില ആൾക്കാർക്ക് മെലാസ്മ കാരണമായിരിക്കും ഈ ഒരു പിഗ്മെന്റേഷൻ വന്നിട്ടുണ്ടാവുക. ചില ആൾക്കാർക്ക് ഇറിറ്റേഷൻ കാരണമായിരിക്കും വന്നിട്ടുണ്ടാവുക. ചില ആൾക്കാർക്ക് എന്തെങ്കിലും സ്കിൻ ഡാർക്കനിങ് ഇഷ്യൂസ് ഉള്ളത് കൊണ്ടായിരിക്കും വന്നിട്ടുണ്ടാവും. ചില ആൾക്കാർക്ക് പാരമ്പര്യമായിട്ട് അങ്ങനെ വരുന്നത് കൊണ്ടാവും വരാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വന്നത് എന്ന് വേണം ആദ്യമേ ചിന്തിക്കാൻ. അതല്ലാണ്ട് ഏത് സിറം ഉപയോഗിച്ച് ഇത് മാറും എന്നുള്ളത് ഇപ്പോഴും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് കോസ് കണ്ടുപിടിക്കുക. കോസിനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആവും. ഓക്കെ, ഇനി എന്തുകൊണ്ടൊക്കെ ഈ പിഗ്മെന്റേഷൻ മെയിനായിട്ട് നമുക്ക് വരും എന്നുള്ളത് നോക്കാം. ഇതിനകത്ത് മെയിനായിട്ട് 6 റീസൺസ് ആയിട്ട് ഞാൻ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തേന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട് സൺ എക്സ്പോഷർ. അതായത് നമ്മൾ ഒരു കാലത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ പോയിട്ടൊരു കാര്യമാണ് സൺ എക്സ്പോഷർ. ഇപ്പോൾ ഒരു ലാസ്റ്റ് 2 years ആയിട്ട് അത്യാവശ്യം ആൾക്കാർ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും മെജോറിറ്റി ഓഫ് ദി ആൾക്കാർ ഇപ്പോഴും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഒരു പിഗ്മെന്റേഷൻ വരുന്ന സ്കിൻ ആണെങ്കിലോ, മെലാസ്മ ട്രിഗർ ചെയ്യുന്ന സ്കിന്നൊക്കെ ആണെങ്കിലും, നിങ്ങൾക്ക് ഉള്ള പിഗ്മെന്റേഷൻ ഡാർക്കർ ആവാനും, പുതിയ പിഗ്മെന്റേഷൻസ്, ഇതൊരു പിഗ്മെന്റേഷൻ വന്നില്ല, സൺലൈറ്റിന്റെ എക്സ്പോഷർ കാരണം വീണ്ടും നമുക്ക് ആ ഒരു പിഗ്മെന്റേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഓൾറെഡി സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ബാക്കിയുള്ള ഏരിയാസിലൊക്കെ ശ്രദ്ധിക്കും, പക്ഷെ മൗത്തിന്റെ അറൗണ്ട് നമ്മൾ വിടും. മാത്രമല്ല, നമ്മൾ ആഹാരം കഴിക്കുന്ന സമയത്ത്, നമ്മൾ കഴുകുന്ന സമയത്തൊക്കെ ഈ ഒരു സൺസ്ക്രീൻ കഴുകിക്കളയാനും ചാൻസ് ഉണ്ട്. സോ നമ്മൾ ചിലപ്പോൾ റീഅപ്ലൈ ചെയ്യാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ ഒരു റീസൺ കൊണ്ട് നമുക്ക് അവിടെ ഒരു പിഗ്മെന്റേഷൻ വരാൻ ചാൻസ് ഉണ്ട്. സോ അതെപ്പോഴും ശ്രദ്ധിക്കുക. സൺ കാരണം നമുക്ക് ആ ഒരു പിഗ്മെന്റേഷൻ വരാം. രണ്ടാമത്തെയാണ് ഹോർമോണൽ ചേഞ്ചസ്. ഇത് ഏറ്റവും കൂടുതൽ വരുന്നതെന്ന് വെച്ചാൽ സ്ത്രീകൾക്കാണ്, ആണുങ്ങൾക്ക് വരില്ല എന്നുള്ളതല്ല, മെജോറിറ്റി ഓഫ് ദി ടൈം ഇത് വരുന്നത് സ്ത്രീകൾക്കാണ്. പ്രഗ്നൻസിയുടെ സമയത്ത്, പിന്നെ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് കഴിക്കുന്ന സമയത്ത്, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഹോർമോണൽ ചേഞ്ചസ്, ഫീമെയിൽസിനാണ് PCOD, PCOS പോലുള്ള സിറ്റുവേഷൻ, ഹോർമോണൽ തെറാപ്പീസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്കൊരു മെലാനിൻ ട്രിഗർ വരികയും അത് കാരണം നമുക്ക് മെലാസ്മ പോലുള്ള സിറ്റുവേഷൻ വരാം. ഇത് നമ്മുടെ മൗത്തിന്റെ അറൗണ്ട് പിഗ്മെന്റേഷൻ ഉണ്ടാകാനുള്ള റീസൺ ആവും. അപ്പോൾ ആ സമയത്ത് പിഗ്മെന്റേഷൻ ഡാർക്കായി, എനിക്ക് ഓവർ എക്സ്ഫോളിയേറ്റിംഗ് ആയി എന്നിട്ടൊരു സ്ട്രോങ് ആസിഡ് അല്ല വേണ്ടത്. ഈ ഒരു അണ്ടർലൈൻ ട്രിഗറിങ് ഫാക്ടർ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് നിങ്ങളുടെ ഗൈനക്കിൻ്റെ അടുത്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അതിൻ്റെ കൂടെ സ്കിൻ കെയർ കൂടി ചെയ്യുമ്പോൾ നമുക്കിത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. അടുത്ത മൂന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ഇറിറ്റേഷനും ഫ്രിക്ഷനും. അതായത് ഇപ്പം നിങ്ങൾ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് എരിവുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഫേസിൽ ഒരു ചൊറിച്ചിലൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇൻഫ്ലമേഷനൊക്കെ അവിടെ വരുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇങ്ങനെ പിഗ്മെന്റേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ നമ്മൾ ഒരുപാട് റബ്ബ് ചെയ്ത് ഈ ഒരു ഭാഗം, ഈ വിയർപ്പൊക്കെ വരുമ്പോൾ ഒരുപാട് റബ്ബ് ചെയ്ത് കളയുന്ന ആൾക്കാരാണെങ്കിൽ അത് കാരണം, ഓവറായിട്ട് എക്സ്ഫോളിയേറ്റിംഗ് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, കാരണം ഈ ഒരു ഏരിയയിൽ കുറച്ച് സ്കിൻ തിക്നെസ് കുറവൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കാരണമൊക്കെ നമുക്കൊരു പിഗ്മെന്റേഷൻ വരാം. കാരണം നമ്മൾ ഈ ഭാഗങ്ങളെല്ലാം എന്താ പറയുക ട്രിഗർ ചെയ്യുമ്പോൾ എന്തെന്ന് വെച്ചാൽ ഫ്രിക്ഷൻ കാരണം തുടയ്ക്കുമ്പോൾ
ഇറിറ്റേറ്റീവ് ഫാക്ടേഴ്സ് യൂസ് ചെയ്യുമ്പോൾ, ഇറിറ്റേറ്റിംഗ് ഫുഡ്സ് കഴിക്കുമ്പോഴൊക്കെ ഒരു ഭാഗത്ത് നമ്മൾ ട്രിഗർ ചെയ്യുമ്പോൾ ഇൻഫ്ലമേഷൻ ഉണ്ടാകും. ഇൻഫ്ലമേഷൻ പോകും, പക്ഷേ ഇൻഫ്ലമേഷൻ ലീവ് ചെയ്യുന്ന സാധനമാണ് പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പർ പിഗ്മെന്റേഷൻ, അതായത് PIH. ഈ PIH വന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ പിഗ്മെന്റേഷൻ ഭയങ്കരമായിട്ട് കാണിക്കും. മെലാനിൻ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് സണ്ണിന്റെ എക്സ്പോഷറും കൂടെ വരുമ്പോൾ ഈ ഒരു പിഗ്മെന്റേഷൻ ഡാർക്ക് ആയിട്ട് വരും. സോ ഇതും ഒരു ഫാക്ടറാണ്. അടുത്ത നാലാമത്താണ് നമ്മൾ നമ്മുടെ ലിപ് പ്രൊഡക്ട്സ്, അതായത് ലിപ്പ് ടൂത്ത് പേസ്റ്റ്, ലിപ് പ്രൊഡക്ട്സ്, ടൂത്ത് പേസ്റ്റ്, കോസ്മെറ്റിക് സാധനങ്ങൾക്കുള്ള അലർജി, ഇതൊക്കെ കാരണം ഇപ്പോൾ നമ്മളിപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യും. ആ ലിപ്സ്റ്റിക്ക് ചിലപ്പോൾ നമ്മൾ സ്കിൻ കെയർ പ്രൊഡക്ട്സ് വരെ ഒരു പരിധി വരെ ഇൻഗ്രീഡിയൻ ലിസ്റ്റ് നോക്കും. പക്ഷേ നമ്മൾ ലിപ്സ്റ്റിക്ക് വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ ലിപ് ബാം വാങ്ങിക്കുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഇൻഗ്രീഡിയൻ ലിസ്റ്റ് നോക്കാറില്ല. ഇപ്പോൾ ടൂത്ത് പേസ്റ്റ്, ഇപ്പം BDS പഠിക്കുമ്പോൾ തന്നെ ഞാൻ പഠിച്ചിട്ടുള്ള കാര്യം, ടൂത്ത് പേസ്റ്റ് ചില സമയത്ത് നമുക്ക് ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള രീതിയിൽ മെൻതോളൊക്കെ യൂസ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കും. ഇത് കാരണം നമുക്ക് ആ ഒരു ഭാഗത്ത് മാത്രമല്ല, നമ്മൾ പറയാറുണ്ട് പത വരവ്, ഇവിടെ പിഗ്മെന്റേഷൻ വരും, ആക്നെ ബ്രേക്ക്ഔട്ട്സ് വരും. അതുപോലെ പത ചിലപ്പോൾ തട്ടപ്പം നമുക്ക് ഈ മൗത്തിന് ചുറ്റും ഒരു ഇറിറ്റേഷൻ വരുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു ഇറിറ്റേഷനൊക്കെ കാരണം ഇതല്ലെങ്കിൽ നമ്മൾ ലിപ് ബാമിനകത്ത് ഈ നട്ട് അലർജിയുള്ള ആൾക്കാർക്ക് നമ്മൾ കേൾക്കാത്ത ചില നട്ടിന്റെ എക്സ്ട്രാക്ട് വെച്ചിട്ട് നമ്മൾ ലിപ് ബാംസ് ഉണ്ടാക്കാറുണ്ട്. റോഡ് ബ്യൂട്ടി, അതായത് ജസ്റ്റിൻ ബീബറിന്റെ വൈഫ് ഹെയ്ലി ബീബറിന്റെ ബ്രാൻഡായിരുന്നു റോഡ് ബ്യൂട്ടി. അവരുടെ ലിപ് ബാം ഭയങ്കര ഫേമസ് ആണ്. പക്ഷെ അതിനകത്തുള്ളൊരു ഇഷ്യൂ എന്ന് വെച്ചാൽ ഈ നട്ട് അലർജി ആയിരുന്നു. അറിയാത്ത ആൾക്കാർ ഇടുന്നു, അവർക്ക് ഇറിറ്റേഷൻ വരും. ഇപ്പം അലർജീസ് ബിഹൈൻഡ് ചെയ്യുമ്പോൾ അതും ട്രിഗറിങ് ടു ഇൻഫ്ലമേഷനും, അത് കാരണം നമുക്ക് പിഗ്മെന്റേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അഞ്ചാമത്താണ് ആക്നി. വേറെ തരത്തിലുള്ള ഇൻഫ്ലമേഷൻ, അതായത് ഇപ്പം നമുക്ക് മോക്കുരു വരുമ്പോഴത്തേക്ക് ആ മോക്കുരു കാരണം നമുക്കൊരു പിഗ്മെന്റേഷൻ വരാൻ ചാൻസ്, ഞാൻ എപ്പോഴും പറയണം, മോക്കുരു വരും. അത് പോകുമ്പോൾ പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പർ പിഗ്മെന്റേഷനോ പോസ്റ്റ് ഇൻഫ്ലമേറ്ററി എർത്തിമേ വന്നിട്ട് നമുക്കൊരു പിഗ്മെന്റേഷൻ വരാം. ഇപ്പോൾ ഒരുപാട് എടുത്തെത്തിക്കും നമുക്ക് മുഖത്തിന് ചുറ്റും പിഗ്മെന്റേഷൻ വന്നായിട്ട് തോന്നും. രണ്ടാമത്തെ റീസൺ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നേരത്തെ എന്തെങ്കിലും ചൊറിച്ചിലോ എക്സിമയോ റാഷസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് കാരണം നമുക്ക് ഈ ഒരു എന്താ പറയുക ഏരിയയിൽ ഇറിറ്റേഷൻ വരും. ഈ ഇറിറ്റേഷൻ കാരണം ഇൻഫ്ലമേഷൻ വരും. ഇൻഫ്ലമേഷൻ കാരണം പിഗ്മെന്റേഷൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി സിക്സ്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ലാസ്റ്റ് ആയിട്ട് പറയുന്നതുകൊണ്ട് ഇമ്പോർട്ടൻസ് കുറഞ്ഞു വരുന്നതല്ല, സിക്സ്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം നിങ്ങളിപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ മൗത്തിൻ്റെ ചുറ്റും ഒരു ഡാർക്ക്നെസ് കാണുന്നു, മാത്രമല്ല അവിടുത്തെ സ്കിൻ തിക്കായിട്ട് തോന്നുന്നു. അവിടെ മാത്രമല്ല നിങ്ങളുടെ നെക്കിൻ്റെ ബാക്കിൽ, നിങ്ങളുടെ അൺട്രാമിൻ്റെ ബാക്കിൽ, അതല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രോൺ ഏരിയാസിൻ്റെ അവിടെ, നിങ്ങളുടെ മറ്റുള്ള ഫോൾഡിങ്ങുകളിലൊക്കെ ഈ ഒരു പിഗ്മെന്റേഷൻ കാണുന്നു. മാത്രമല്ല സ്കിൻ തിക്കായിട്ടൊക്കെ തോന്നിയാൽ അതൊരു കോസ്മെറ്റിക് പ്രോബ്ലം ആയിട്ട് സോൾവ് ചെയ്യാതെ മസ്റ്റായിട്ട് നിങ്ങൾ ഡോക്ടറിനെ പോയി കാണുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് ഇൻസുലിൻ ചേഞ്ചസ്, അതുപോലെ തന്നെ ഒബിസിറ്റി പോലെയുള്ള സിറ്റുവേഷൻസിലൊക്കെ നമുക്കിങ്ങനെ സ്കിൻ ഡാർക്കനിങ് കണ്ടീഷൻ വരും. അതിന് നമ്മൾ അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറയുന്നത്. ഈ ഒരു കണ്ടീഷനിലോട്ട് പോകുമ്പോഴും സ്കിൻ ഡാർക്ക്നെസ് വരും. അതിൽ മൗത്ത് അറൗണ്ടിൽ പിഗ്മെന്റേഷൻ മാത്രമല്ല, നമ്മൾ ഓവറോൾ ബോഡി അഫക്റ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ മസ്റ്റായിട്ടും ഒരു ജനറൽ ഫിസിഷ്യനെ കാണേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി ഞാൻ ഒരു കാര്യം ഇടയ്ക്കൊന്ന് വിട്ടുപോയി ഒന്ന് ആഡ് ചെയ്യാൻ പോവാണ്. അതായത് നമ്മൾ ഈ ലിപ്പിന് ചുറ്റും ഇറിറ്റേഷൻസ് പറയില്ലേ, അപ്പോൾ അതെങ്ങനെ മനസ്സിലാക്കുക കോസ്മെറ്റിക് ഇറിറ്റേഷൻ ആണോന്ന്? നിങ്ങളുടെ അവിടെ ഒരു ഡ്രൈനെസ്, ഏതെങ്കിലും പെർട്ടിക്കുലർ പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡ്രൈനെസ്സോ സ്കിൻ ഫ്ലേക്കി ആയിട്ടോ അതല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഒരു ബേണിംഗ് സെൻസേഷനോ ഒക്കെ വരുന്നെങ്കിൽ അതെല്ലാം ഇറിറ്റേഷൻ കാരണമാവുന്നതിൻ്റെ ഫാക്ടറുകളാണ്. ഇനി ഇപ്പോൾ ഈ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ട്. ഇതിന് വേഴ്സ് ആക്കാതിരിക്കാൻ നിങ്ങൾ മെയിനായിട്ടും ചെയ്യാതിരിക്കേണ്ട 4 കാര്യങ്ങളെ പറ്റി പറയട്ടെ. ഒന്നാണ് സ്ക്രബിങ്. അതായത് ഇപ്പം നമ്മൾ പണ്ട് മുതലേ നമ്മുടെ മനസ്സിലുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ കൊണ്ടിട്ട് വന്നൊരു കാര്യമാണ് ഈ ഒരു പിഗ്മെന്റേഷൻ. അത് ഏത് ഭാഗത്തോ ആയിക്കോട്ടെ, ആ ഒരു പിഗ്മെന്റേഷൻ ഡെഡ് സ്കിന്നാണ്. അത് നമ്മൾ നന്നായിട്ട് ഉരച്ച് കഴിഞ്ഞാൽ പോകും. പ്രത്യേകിച്ച് നമ്മുടെ കഴുത്തിൻ്റെ ബാക്കിലും മുതുകത്തും ഒക്കെ ഇത് ചെയ്യും, നമ്മളത് ഫേസിലും ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ കൂടുതൽ സ്ക്രബ് ചെയ്യാൻ തുടങ്ങും. സ്ക്രബ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ക്ലേ മാസ്ക് യൂസ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ DIY മാസ്ക് യൂസ് ചെയ്തിട്ടായിരിക്കും, അതല്ലെങ്കിൽ കുറച്ച് സ്കിൻ കെയർ അറിയാവുന്ന ആൾക്കാരെങ്കിൽ എന്തെങ്കിലും ആക്റ്റീവ്സ്, സ്ക്രബ്ബർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനം വെച്ചിട്ട് സ്ക്രബ് ചെയ്ത് അവിടുത്തെ എക്സ്ഫോളിയേഷൻ നടത്താനായിട്ട് ശ്രമിക്കും. ഇത് അവിടുത്തെ സ്കിന്നെ വീണ്ടും ഇറിറ്റേറ്റഡ് ആക്കുകയും ഇൻഫ്ലമേഷൻ കൂട്ടുകയും പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പർ പിഗ്മെന്റേഷൻ കൂടാനാണ് ചാൻസ്. രണ്ടാമത്തേന്ന് വെച്ചാൽ ടു മച്ച് ഓഫ് ആക്റ്റീവ്സ്, അതായത് വിറ്റാമിൻ സി യൂസ് ചെയ്യും, HAC യൂസ് ചെയ്യും, BHAC യൂസ് ചെയ്യും, റെറ്റിനോൾ യൂസ് ചെയ്യും. പിന്നെ അത് കൂടാതെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് കോജിക് ആസിഡ്, പിന്നെ പിഗ്മെന്റേഷൻ മാറ്റാനുള്ള ക്രീം. കാരണം പണ്ട് ഞാൻ പറഞ്ഞിട്ട് ഓയിലി സ്കിൻകാർക്ക് സാലിസിലിക് ആസിഡ് നല്ലതാണെന്ന് പറയുമ്പോൾ സാലിസിലിക് ആസിഡിന് എൻറ്റയർ ഒരു സാധനം ഒരു കമ്പനിയിൽ നിന്ന് വാങ്ങിക്കും. ഫേസ് വാഷ്, സെറം, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, എന്തിലൊക്കെ സാലിസിലിക് ആസിഡ് ഉണ്ടോ അതെല്ലാം വാങ്ങിക്കും. അതുപോലെ ഈ പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് എന്തൊക്കെ ക്രീമുകളോ അല്ലെങ്കിൽ എന്തൊക്കെ ആക്റ്റീവ്സോ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണോ അതിൻ്റെയൊക്കെ ഓരോ പ്രൊഡക്റ്റ് നമ്മളെ കയ്യിൽ മാക്സിമം കാണും. അത് വെച്ചിട്ട് നമ്മൾ മാക്സിമം പിഗ്മെന്റേഷൻ മാറ്റാൻ നോക്കും. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഓവറായിട്ട് ആക്റ്റീവ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ അവിടുത്തെ സ്കിൻ ഇറിറ്റേറ്റഡ് ആവും. ഈ ഇറിറ്റേഷൻ കാരണം എന്താവും, പിഗ്മെന്റേഷൻ കൂടും. ഓക്കെ, സോ അതുകൊണ്ടും പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന വെറുതെ പൈസ മുടക്കുക എന്നുള്ളതല്ലാണ്ട് റിസൾട്ടും കിട്ടത്തില്ല. അത് കാരണം റിസൾട്ട് കിട്ടാതെ വരും, സ്കിൻ ബാരിയർ ഡാമേജ് ആവുകയും ചെയ്യും. അടുത്ത തേർഡ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇതാണെന്ന് പറയട്ടെ, ഈ പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് ഫെയർനെസ് ക്രീം വാങ്ങിക്കാം. ഇത്
ഏറ്റവും പൊട്ടത്തരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ ഫെയർനെസ് ക്രീമുകളിൽ സ്റ്റിറോയിഡ്സ് ഉണ്ട്. ഇത് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനിൽ മാത്രം യൂസ് ചെയ്യാനുള്ള കാര്യമാണെന്ന് ഞാൻ എപ്പോഴും പറയും. അപ്പോൾ നമ്മൾ ഈ സ്റ്റിറോയിഡ് ക്രീംസ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് യൂസ് ചെയ്യുന്ന രീതിക്കോ അല്ലെങ്കിൽ യൂസ് ചെയ്യേണ്ട ആൾക്കാരാണോ എന്നൊന്നും അറിയാതെ നമ്മൾ വാരി മുഖത്തിടും. ഇടുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമുക്ക് അക്കാൻഡോസിസ് നൈഗ്രിക്കൻസ് പോലത്തെ സിറ്റുവേഷനോ അതല്ലെങ്കിൽ ഹോർമോണൽ ചേഞ്ചോ അതല്ലെങ്കിൽ ഓൾറെഡി ഇറിറ്റേറ്റഡ് ആയിരിക്കുന്ന സ്കിന്നോ ഒക്കെ ആയിരിക്കും. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഈ സ്റ്റിറോയിഡ് അപ്ലൈ ചെയ്യുമ്പോൾ സ്കിൻ ഇറിറ്റേറ്റഡ് ആവും ഒന്ന്. പക്ഷേ വേറെ ഓപ്ഷൻ ഇല്ല. സ്റ്റിറോയിഡ്സിന്റെ ഫംഗ്ഷൻ എന്താണ്? മെലാനോസൈറ്റ്സിനെ നശിപ്പിക്കുമ്പോൾ എന്താവും? അവിടെ സ്കിൻ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ടാറിങ് പോലെയുള്ള അതായത് ഗ്രേഷ് ബ്ലൂ കളർ അപ്പിയറൻസിലോട്ട് പോകും. സ്കിൻ വേഴ്സ് ആവും. സോ അങ്ങനത്തെ പരിപാടിക്കൊന്നും പോകാനായിട്ട് നിൽക്കരുത്. അടുത്ത നാലാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യരുത്. ഓൾറെഡി പിഗ്മെന്റേറ്റഡ് സ്കിന്നോ അല്ലെങ്കിൽ പിഗ്മെന്റേഷൻ വന്നുകൊണ്ടിരിക്കുന്ന സ്കിന്നോ ഒക്കെ ആണെങ്കിൽ നമ്മൾ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യുമ്പോൾ സൺലൈറ്റിൽ നിന്ന് വരുന്ന UV-യുടെ എക്സ്പോഷറിൽ നമുക്കുള്ള പിഗ്മെന്റേഷൻ വീണ്ടും ട്രിഗർ ചെയ്യും. അപ്പോൾ ഈ പിഗ്മെന്റേഷൻ ഇന്റൻസിറ്റി കൂടും. അറ്റ്ലീസ്റ്റ് നമ്മൾ സൺസ്ക്രീൻ എങ്കിലും അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഇന്റൻസിറ്റി നമുക്ക് കുറച്ചെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഓവർ ദി ടൈമായിട്ട് ആണെങ്കിൽ പുതിയ പിഗ്മെന്റേഷൻ ആയിരുന്നു ഉള്ളതെങ്കിൽ നമുക്ക് അതിന്റെ ട്രിഗറിങ് ഫാക്ടർ ലോക്കാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ സൺസ്ക്രീൻ കൊണ്ട് തന്നെ ഒരു പരിധിവരെ അതിന്റെ ഇന്റൻസിറ്റി നമുക്ക് കുറച്ചെടുക്കാനായിട്ട് പറ്റും. കുറേ കാലമായിട്ട് പ്രീ ഡിപ്പോസിറ്റ് ആയിട്ടുള്ള പിഗ്മെന്റേഷൻ ആണെങ്കിൽ നമുക്ക് അതിന്റെ ഇന്റൻസിറ്റി നന്നായിട്ട് കുറച്ചെടുക്കാനായിട്ട് പറ്റും. ട്രിഗറിങ് പിഗ്മെന്റേഷൻ ആണെങ്കിലും ഇന്റൻസിറ്റി കുറച്ചെടുക്കാൻ പറ്റും. ട്രിഗറിങ് ആണെങ്കിൽ കുറച്ചും കൂടി നമുക്കൊരു എന്താ പറയുന്ന ഇന്റൻസിറ്റി കുറയ്ക്കാം. പ്രീ ഡിപ്പോസിങ് ആണെങ്കിൽ അത്ര ഉണ്ടാവില്ല, പിന്നെ അങ്ങോട്ടൊന്നും ഉണ്ടാവില്ല. എന്നാലും വലിയ ചേഞ്ച് ഇല്ലെങ്കിൽ നമുക്കിനി ഫ്യൂച്ചർ ഡാർക്ക് ആവാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും. സോ സൺസ്ക്രീനും ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇനി ഞാൻ എന്താണ് ചെയ്യുന്നത്? കാരണം ഇത്രയും നേരം നിങ്ങൾ കുറെ ചെയ്യേണ്ടാത്ത കാര്യം എന്തൊക്കെ കൊണ്ടൊക്കെയാണെന്ന് പറഞ്ഞില്ലേ. ഇനി എന്താണ് ഞാൻ ബേസിക്കലി ചെയ്യേണ്ടത്? അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണ്. ബേസിക്കലി ഇതുവരെ സ്കിൻ കെയർ ചെയ്യാത്ത ഒരാളാണെങ്കിൽ ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക ഏതെങ്കിലും ആദ്യം സ്കിൻ ഇറിറ്റേഷൻ 2 ആക്റ്റീവ്സിലൊന്ന് സ്റ്റാർട്ട് ചെയ്ത് സ്കിൻ കെയർ ഒന്ന് സെറ്റ് ചെയ്തിട്ട് പിന്നെ മറ്റുള്ള ആക്റ്റീവ്സിലോട്ട് പോകുന്നതാണ് നല്ലത്. അങ്ങനെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന രണ്ടെണ്ണമാണ് നയാസിനമൈഡും വിറ്റാമിൻ സിയും. ഒരു 10% വിറ്റാമിൻ സിയോ അല്ലെങ്കിൽ നയാസിനമൈഡോ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി ഇറിറ്റേറ്റഡ് ആയിരിക്കുന്ന സ്കിന്നാണ്, സ്കിൻ ബാരിയറൊക്കെ ഡാമേജ് ആയി ബേണിംഗ് സെൻസേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നയാസിനമൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. അല്ല അങ്ങനത്തെ ഒരു പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾക്ക് വിറ്റാമിൻ സിയിൽ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ വിറ്റാമിൻ സിയുടെ ആ ഒരു സമയത്ത് നമുക്ക് 10% വിറ്റാമിൻ സിയും 5% നയാസിനമൈഡും ഓൾട്ടർനേറ്റ് മോർണിംഗും നൈറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. സ്കിൻ ബാരിയർ ഡാമേജ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ 5% നയാസിനമൈഡ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. പ്ലമ്മിൽ, സുഗന്ധിയിൽ, മിനിമലിസ്റ്റിൽ ഒക്കെ 5% നയാസിനമൈഡ് അവൈലബിൾ ആണ്. വിറ്റാമിൻസ് 10% നമ്മുടെ വിഷ് കെയറിലുണ്ട്, മിനിമലിസ്റ്റിലുണ്ട്, പിൽഗ്രിമിലുണ്ട്. അങ്ങനെ ഒരുപാട് ബ്രാൻഡുകൾ 10% വിറ്റാമിൻ സിയും അവൈലബിൾ ആണ്. ഇനി ഒരു ആക്റ്റീവ്സിലോട്ട് പോകണം എന്നുള്ള ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് ട്രാൻഎക്സാമിക് ആസിഡ് നല്ലൊരു ഓപ്ഷനാണ്, കോജിക് ആസിഡ് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ഒരു തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആൽഫ ആർബിറ്റിനും നല്ല ഓപ്ഷനാണ്. ട്രാൻഎക്സാമിക് ആസിഡ് നമുക്ക് മിനിമലിസ്റ്റിൻ്റെ ട്രാൻഎക്സാമിക് ആസിഡ്, സുഗന്ധിയുടെ ട്രാൻഎക്സാമിക് ആസിഡ് 2 എണ്ണം ഉണ്ട്. അതിനകത്ത് ആൽഫ ആർബിറ്റിനുണ്ട്. അപ്പോൾ നമുക്ക് അത് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. മിനിമലിസ്റ്റിൽ ട്രാൻഎക്സാമിക് ആസിഡ് ഉണ്ട്, ഗ്ലൈക്കോളിക് ആസിഡ് ഉണ്ട്. സോ ബിഗിനേഴ്സിന് കുറച്ചും കൂടെ നല്ലത് സുഗന്ധി ആയിരിക്കും. പിന്നെ നമുക്ക് ഫോക്സ്ടെയിലിന് ട്രാൻഎക്സാമിക് ആസിഡ് അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹൈഫിന് ട്രാൻഎക്സാമിക് ആസിഡ് അവൈലബിൾ ആയിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു ട്രാൻഎക്സാമിക് ആസിഡ് യൂസ് ചെയ്യാം. അനുവയുടെ ഞാൻ ഇപ്പോൾ പറയത്തില്ല, കാരണം കുറച്ച് ഹൈ കോൺസെൻട്രേഷൻ 10% നയാസിനമൈഡ് സിറം ഉള്ളതുകൊണ്ട്. ഓൾറെഡി സ്കിൻ കെയർ ചെയ്ത ആൾക്കാർക്കാണ് ഈ ഒരു സിറത്തിനകത്ത് ഏതെങ്കിലും നന്നായിട്ട് വർക്ക് ചെയ്യാം. അതല്ല ട്രാൻഎക്സാമിക് ആസിഡിൽ കുറച്ചും കൂടെ ഒരു കുറഞ്ഞൊരു ഇതിൽ തുടങ്ങണമെങ്കിൽ 2% ആൽഫ ആർബിറ്റിൻ നല്ലൊരു ഓപ്ഷനാണ്. മിനിമലിസ്റ്റ് 2% ആൽഫ ആർബിറ്റിൻ ടോപ്പ് നോച്ചിൽ നിൽക്കുന്ന ഒരു സാധനം. നിങ്ങൾക്ക് അതിൽ ട്രൈ ചെയ്ത് കൊടുക്കാം. കോജിക് ആസിഡിലോട്ട് പോകണമെങ്കിൽ ഡെർമക്കോടെ കോജിക് ആസിഡ് നല്ലൊരു ഓപ്ഷനിൽ വരുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് പിഗ്മെന്റേഷൻ മാറ്റേണ്ട ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ വീക്കിലി വൺസ് ഇറിറ്റേഷൻ ഇല്ലാത്ത, സ്കിൻ ബാരിയർ ഡാമേജ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യുക. അഥവാ ചെറുതായിട്ടൊക്കെ സ്കിൻ ബാരിയർ ഡാമേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെന്റലിക് ആസിഡിൻ്റെ ഒരെണ്ണം യൂസ് ചെയ്യാം. അത് 2 ആഴ്ചയിലൊരിക്കലും 3 ആഴ്ചയിലൊരിക്കലും സ്റ്റാർട്ട് ചെയ്യാം. അതല്ല ഗ്ലൈക്കോളിക് ആസിഡ് സ്റ്റാർട്ട് ചെയ്യാൻ കുഴപ്പമൊന്നും ഇല്ലാത്ത സ്കിന്നാണ്, പക്ഷേ എന്നൊരു പേടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാക്റ്റിക് ആസിഡിൻ്റെ സിറമോ ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. 5% ജ്യൂസി കെമിസ്ട്രിയിൽ അവൈലബിൾ ആയിട്ടൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഫോർമുല റെക്സിൻ്റെ ലാക്റ്റിക് ആസിഡ് 10% ആണ്, ബട്ട് സേഫ് ടു യൂസ് ആണ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട്. സോ ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ സിറംസ് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഒരു റൊട്ടീൻ സെറ്റപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ മിസ് ചെയ്ത കാര്യം ഇപ്പം റൊട്ടീന് മുന്നേ പറയാം. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ പ്രഗ്നൻ്റ് ആണ് എന്നുള്ള സമയം അല്ലെങ്കിൽ ട്രൈയിങ് ടൈമിലാണെങ്കിൽ നമുക്ക് ഈ പിഗ്മെൻറ്റേറ്റിംഗ് സിറത്തിനേക്കാളൊക്കെ നല്ലത്, അതായത് നിങ്ങൾ പുതിയ സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അസലിക് ആസിഡാണ് കുറച്ചുകൂടെ നല്ലത്. ലെസ് ഇറിറ്റേറ്റ് ചെയ്യാനും എന്നാൽ പിഗ്മെൻറ്റേഷൻ മാറ്റാനും ഹെൽപ്പ് ചെയ്യും. പ്രത്യേകിച്ചും പ്രഗ്നൻസിയുടെ സമയത്ത് പിഗ്മെൻറ്റേഷൻ മാറ്റാൻ കുറച്ചും കൂടെ
നല്ലത് അസിലിക് ആസിഡ് ആണ്. ഓക്കെ, അതുകൂടാതെ വരുന്നൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ റെറ്റിനോട്സ്. റെറ്റിനോട്സ് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും നമ്മുടെ പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട്. കാരണം എക്സ്ഫോളിയേഷൻ ഉണ്ട്, കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനൊക്കെ റെറ്റിനോട്സ് ഹെൽപ്പ് ചെയ്യും. പക്ഷേ ബിഗിനർ ആണ്, ഇറിറ്റേറ്റിംഗ് ആയിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് റെറ്റിനോട്സ് വർക്ക് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയാത്തത്. വർക്ക് ചെയ്യത്തില്ല എന്നല്ല, അറൗണ്ട് ദി ഏരിയാസിൽ ഡെഫിനറ്റ്ലി വർക്ക് ചെയ്യും. പക്ഷേ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യണം. പ്രഗ്നൻസിയുടെ സമയത്തോ ലാക്ടേഷൻ്റെ സമയത്തോ ഒന്നും യൂസ് ചെയ്യാനായിട്ട് പാടില്ല. സോ ഇതും ഒരു എന്താ പറയുക, ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട്. പക്ഷേ ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് അത്ര നന്നായിട്ട് വർക്ക് ചെയ്തില്ല. ആ സമയത്ത് നമുക്ക് ആന്റി പിഗ്മെന്റേഷന് മെലാനിൻ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഏറ്റവും നല്ലത്. അതായത് ട്രാനക്സാമിക് ആസിഡ്, കോജിക് ആസിഡ്, ആൽഫ അർബിറ്റിൻ, അസിലിക് ആസിഡ് അല്ലെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്ടിക് ആസിഡ് എക്സ്ഫോളിയേഷന് വേണ്ടിയിട്ട്, മെന്റലിക് ആസിഡ്, അതുപോലെ തന്നെ നമ്മുടെ അസിലിക് ആസിഡ് പോലെയുള്ള ഇൻഗ്രീഡിയൻസ്, നിയാസിനമൈഡ്, വിറ്റാമിൻസ്, ഇതൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യും. റെറ്റിനോൾസ് ഹെൽപ്പ് ചെയ്യത്തില്ല എന്നല്ല, ഹെൽപ്പ് ചെയ്യും. പക്ഷേ അതൊരു മെച്ചുവേർഡ് ആയിട്ടുള്ള സ്കിന്നിലോ ഓൾറെഡി പ്രോപ്പറായിട്ട് സ്കിൻ കെയർ ചെയ്യുന്ന ആൾക്കാരിലോ മിഡ് 20s ഉള്ള ആൾക്കാർക്കാണെങ്കിൽ റെറ്റിനോൾസ് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി റൊട്ടീനിലോട്ട് പോകുകയാണെങ്കിൽ എപ്പോഴും സിമ്പിളായിട്ട് കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കാം. ഫേസ് വാഷ്, നിങ്ങളുടെ പിഗ്മെന്റേഷൻ സിറം, അതല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസർ, ദെൻ ഒരു ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ, അതായത് SPF 50 PA++. നൈറ്റിൽ ഡബിൾ ക്ലെൻസ് ചെയ്യുക, നിങ്ങളുടെ സിറം യൂസ് ചെയ്യുക, ദെൻ മോയ്സ്ചറൈസർ ഫോളോ അപ്പ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ മോർണിംഗിൽ നിങ്ങളുടെ പിഗ്മെന്റേഷൻ സിറം ചിലപ്പോൾ നിങ്ങൾക്ക് മോർണിംഗിൽ യൂസ് ചെയ്യാൻ പറ്റാത്തതായിരിക്കും. കാരണം ബിഗിനറാണ്, ട്രാൻസാമിക് ആസിഡ് 2 നേരം യൂസ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ മോർണിംഗിൽ നിങ്ങൾക്ക് ഒരു 5% നയാസിനമൈഡ് സിറമോ, സ്കിൻ പെയർ ഡാമേജ് ആണെങ്കിൽ 5% നയാസിനമൈഡ് യൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിറ്റാമിൻ സി സിറം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നൈറ്റ് നിങ്ങളുടെ പിഗ്മെന്റേഷൻ മാറ്റാനുള്ള സിറം നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാനും പറ്റും. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഈ ഒരു റൊട്ടീൻ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അടുത്ത എനിക്ക് ഡെഫിനറ്റ്ലി കേൾക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, DIYസിൽ ഏതൊക്കെയാണ് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്ക് അതിനെ പറ്റി നോക്കാം. ഏതൊക്കെയാണ് DIY പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം. നിങ്ങൾ ഏതൊക്കെ DIY എന്നോട് ചോദിക്കാൻ പോകണം. അലോവേര ജ്യൂസ്, പൊട്ടറ്റോ ജ്യൂസ്, ലെമൺ ജ്യൂസ്, കേർഡ്, അതല്ലെങ്കിൽ നമ്മുടെ അരിപ്പൊടി, കടലപ്പൊടി, പിന്നെ പയറുപൊടി, ഇതിനകത്ത് ഏതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? എന്നാൽ ഇതിനകത്തൊന്നും നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. ബേസിക്കലി സംഭവം എന്ന് വെച്ചാൽ, ഞാൻ ഇത്രയും നേരം പറഞ്ഞാൽ ഇറിറ്റേഷൻ ഈ പ്രശ്നത്തിന് വേഴ്സ് ആകും. ഇതിനകത്ത് പ്രത്യേകിച്ചും ലെമൺ ജ്യൂസ് അത് അവിടെ അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ pH ലെവൽ 2.5 നിൽക്കും. നമ്മുടെ നോർമൽ സ്കിന്നിന്റെ pHനേക്കാളും താഴെ ആസിഡിക് pHലോട്ട് പോകും. സ്കിൻ ഇറിറ്റേറ്റഡ് ആവും, പ്രശ്നം വഷളാവും. പിന്നെ മറ്റുള്ള ഈ പറഞ്ഞ പൊട്ടറ്റോ ജ്യൂസ് ഒന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ട് പോണില്ല. ഒരു ജെന്റിലായിട്ടൊരു എക്സ്ഫോളിയേഷൻ തരും. ഇതൊരു പെർമനന്റ് സൊല്യൂഷൻ അല്ല. എക്സ്ഫോളിയേഷൻ തരാം, ചിലപ്പോൾ ഇറിറ്റേഷൻ തരും, ഇറിറ്റേഷൻ ഇത് വേഴ്സ് ആക്കുകയും ചെയ്യും. അപ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഞാൻ ആദ്യമേ പറഞ്ഞ കാര്യം തന്നെ ചെയ്തു. ഒരു ജെനറൽ സ്കിൻ കെയർ, നിങ്ങളുടെ സിറം, സൺസ്ക്രീൻ, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പേഷ്യൻസ്. എന്തുകൊണ്ടാണ് ഞാൻ പേഷ്യൻസ് വേണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം പറയട്ടെ. ഈ ഒരു സിറം അപ്ലൈ ചെയ്തിട്ട് നമ്മൾ നേരത്തെ ലാസ്റ്റ് വീഡിയോയിലൊക്കെ പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ അടുത്ത റിസൾട്ട് എന്നാണ് എനിക്ക് കിട്ടുന്നത് എന്നുള്ള ഒരു ചിന്തയിലോട്ട് പോകും. 7 ദിവസമാണോ, 14 ദിവസമാണോ, അത് 28 ദിവസമാണോ, അങ്ങനെ പോകും. ഇത് മാറാനായിട്ട്, ഒരു ചെറിയ വിസിബിൾ റിസൾട്ടെങ്കിലും കിട്ടാനായിട്ട് നമുക്ക് വീക്സ് എടുക്കും. കംപ്ലീറ്റ്ലി ഒരു നല്ലൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് മാറ്റാനല്ല, ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് മനസ്സിലാക്കാൻ തന്നെ നമുക്ക് മന്ത്സ് എടുക്കും. സോ ഡേയ്സിൽ ഡിപ്പെൻഡ് ചെയ്ത് വീക്സിലും മന്തിലും കൊടുക്കാൻ പേഷ്യൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്ത് ഇറങ്ങിത്തിരിക്കാൻ പാടുള്ളൂ. അതൊരു നെഗറ്റീവ് വേയിൽ പറഞ്ഞല്ല. കാരണം നമ്മളൊരു 7 ദിവസം കൊണ്ട് ഞാൻ പിഗ്മെന്റേഷൻ മാറ്റിയിട്ട് ഇപ്പം ഞാൻ സെറ്റാക്കി തരാം എന്ന് പറഞ്ഞ് നമ്മൾ ഇതിനകത്ത് ഇറങ്ങും. നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടത്തില്ല. നമ്മൾ ഭയങ്കരമായിട്ട് ഡിസ്കറേജ് ആയി പോകും. നമുക്കുള്ള സെൽഫ് കോൺഫിഡൻസിനെയൊക്കെ അത് ബാധിക്കാൻ തുടങ്ങും. അപ്പോൾ അങ്ങോട്ടൊന്നും കിടക്കണ്ട. ഇത്ര മാസം കൊണ്ടേ റിസൾട്ട് കിട്ടുമോ എന്നുള്ളത് എപ്പോഴും മനസ്സിൽ വെച്ചിട്ട് പേഷ്യൻസ് ആയിട്ട് സ്കിൻ കെയർ ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് റിസൾട്ട് കിട്ടത്തുള്ളൂ. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ മുഖത്തിന് ചുറ്റും ഒരു ചെറിയ പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഓവറോൾ സ്കിൻ്റെ ബ്യൂട്ടി ഒന്നും മാറ്റാനായിട്ട് പോകത്തില്ല. പക്ഷേ അത് സേഫായിട്ട് നമുക്ക് മാറ്റാനുള്ളൊരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചെയ്യാം. ഇതൊരു അഴുക്കോ അല്ലെങ്കിൽ നമ്മുടെ ഇൻസെക്യൂരിറ്റിയോ അല്ല. ഇത് സ്ക്രബ് ചെയ്ത് കളഞ്ഞാലോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓവറായിട്ട് നമ്മൾ ആക്റ്റീവ്സ് യൂസ് ചെയ്തോ ഇത് പെട്ടെന്ന് മാറ്റേണ്ട ആവശ്യമില്ല. നമുക്ക് എപ്പോഴും മനസ്സിലാക്കാം, നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നത് സ്കിൻ ഹെൽത്തി ആയിട്ട് വെക്കാനും അതുപോലെ തന്നെ എല്ലാ വെറൈറ്റി സ്കിന്നും നമ്മുടെ നാട്ടിൽ വയ്ക്കാനുമാണ്. അല്ലാണ്ട് എല്ലാവരും ഒരുപോലെ ഇരിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നത്. എല്ലാവരും ഒരേ കളറിൽ ഇരിക്കാൻ വേണ്ടിയിട്ടും അല്ല സ്കിൻ കെയർ ചെയ്യുന്നത്. സ്കിന്നിൽ പിഗ്മെന്റേഷൻ വരുന്നതും മൗത്ത് അറൗണ്ടിൽ പിഗ്മെന്റേഷൻ വരുന്നതും നാച്ചുറൽ ആണ്. നമ്മളൊക്കെ അതൊരു പ്രോബ്ലമാണ് നമ്മുടെ മൈൻഡ് സെറ്റിൽ പണ്ട് തൊട്ടേ പറഞ്ഞത് കൊണ്ടാണ് ഓട്ടോമാറ്റിക്കലി അങ്ങനെ വരുന്നത്. ഇതൊരു പ്രോബ്ലം അല്ല, ഇതൊരു എന്താ പറയുന്നത് വെറൈറ്റി. ഇപ്പം എല്ലാവരും ഒരുപോലെ ഇല്ല, നമ്മൾ വെറൈറ്റി ആയിട്ടില്ലേ കാണും. ചിലപ്പോൾ നാച്ചുറലായിട്ട് അത് എല്ലാ ആൾക്കാരുണ്ടായിരിക്കും. മറുക് നാച്ചുറലായിട്ട്, നുണക്കുഴി നാച്ചുറലായിട്ട്, പിഗ്മെന്റ് ചെറിയ കുത്തുകൾ നാച്ചുറലായിട്ടുള്ള ആൾക്കാരില്ലേ, അതുപോലെ നാച്ചുറലായിട്ട് ഇത് വരുന്ന ഫാക്ടറും ആയിരിക്കാം. അത് മാറ്റാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, സേഫായിട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് ചെയ്യുക, കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക, പേഷ്യൻ്റ് ആയിട്ട് ചെയ്യുക. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങളിത് മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അതിനെപ്പോഴും
നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് വന്നതെന്ന് മനസ്സിലാക്കുക. ഞാൻ 6ാമത് പറഞ്ഞ റീസൺ ആണ് കാരണമെങ്കിൽ ഡെഫിനറ്റ്ലി ഡോക്ടറിനെ കാണാൻ മറക്കരുത്. സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇതൊരു അഴുക്കോ അല്ലെങ്കിൽ ഡെഡ് സ്കിന്നോ അല്ല സ്ക്രബ് ചെയ്ത് കളയാനായിട്ട്, ഇറിറ്റേഷൻ ഉണ്ടാക്കരുത്. സ്റ്റീറോയിഡ് അടങ്ങിയ ഫെയർനെസ് ക്രീം യൂസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. കൺസിസ്റ്റന്റ് ആയിട്ട് സൺസ്ക്രീൻ പേഷ്യൻസ് അപ്ലൈ ചെയ്യുക. പേഷ്യൻ്റ് ആയിട്ട് നിങ്ങളുടെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടെന്ന് ചാനൽ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. എന്താണ് നിങ്ങളുടെ കോസ് എന്ന് കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. ഇതുപോലത്തെ എന്തെങ്കിലും സ്കിൻ കെയർ പ്രോബ്ലംസോ അല്ലെങ്കിൽ സ്കിൻ കെയർ ഐഡിയാസോ ടിപ്സോ എന്തെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് എല്ലാ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസിലും ഞാൻ വരും. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഷെയർ ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്.